എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ചേച്ചി. എന്റെ പേര് രമണി. എല്ലാവർക്കും സുഖല്ലേ? സുഖം. ചേതമേള സുഖല്ലേ? അമ്മയ്ക്കും സുഖല്ലേ? ഓക്കെ. ഞാനിന്നിവിടെ മനുഷ്യരുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ, എല്ലാവരുടെയും ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ പല വയസ്സുകളല്ലേ? എല്ലാവർക്കും ഒരേ വയസ്സല്ലല്ലോ. ഈ പ്രായത്തിന്റെ ഉള്ളിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ, ആരെയും ഉപദ്രവിക്കാതെ, മനസമാധാനത്തോടെ, സന്തോഷത്തോടെ, ജാതി മത രാഷ്ട്രീയ ലിംഗ വ്യത്യാസം ഇല്ലാതെ എത്ര ദിവസം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുറവായിരിക്കും. അഖിലേട്ടന് അങ്ങനെ ഒരു രസം ഇല്ലാന്ന് എണ്ണിയിട്ടില്ല. എന്നാ ഇനി ഒന്ന് എണ്ണണം. ഞാൻ പറയാം. 280 ദിവസം, അതായത് 40 ആഴ്ച. അത് നമ്മുടെ അമ്മയുടെ ഒക്കെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ അല്ലേ? പക്ഷെ ചിലര് അത്രയൊന്നും തികക്കില്ല. അതിനു മുന്നേ വേര് പൊളിച്ചു പുറത്ത് വന്നാലോ വീട്ടുകാരായാലും നാട്ടുകാരായാലും ഈ മക്കളെ മറ്റു പല സ്വഭാവമുള്ളവരും ആക്കി മാറ്റും. അതെ, ശരിയല്ലേ? ഞാൻ ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ശരിക്കും 6 മാസം വരെ അമ്മയുടെ മുലപ്പാല് മാത്രമേ അതിന് കൊടുക്കാവുള്ളൂ. അതാണ് അതിന്റെ നിയമം. അങ്ങനൊക്കെ എല്ലാരും ചെയ്ത അമ്മമാരായിരിക്കുമല്ലേ ഇവിടെ? എന്നാ ചില അമ്മമാരെന്ത് ചെയ്യുന്നൊരു മൃഗങ്ങളുടെ പാല് കൊടുക്കും. പിന്നെ ഇവര് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 4 കാലം നടക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വയറ്റിൽ ചെന്നിരിക്കുന്ന മൃഗത്തിന്റെ പാലാ അല്ലെ? പിന്നെ ഒന്ന് ആലോചിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു ജീവി അതിന്റെ കുഞ്ഞിന് മറ്റു ജീവികളുടെ മുലപ്പാൽ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മനുഷ്യരല്ലാതെ. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ പാല് കൊടുക്കുമ്പോ മടിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖം അമ്മയുടെ കണ്ണിലെ കുഞ്ഞിന് കാണണം. അതുപോലെ കാലിൽ തലോടുമ്പോഴാണ് അതിന് സ്നേഹവികാരങ്ങൾ കുഞ്ഞിലേ ഉണ്ടായി കിട്ടുന്നത്. എന്നാ ഈ പല അമ്മമാരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പാല് കൊടുക്കുമ്പോ ഇവരുടെ കണ്ണ് ഫോണിലെ റീലിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഈ കുഞ്ഞു മടിയിൽ കിടന്നിട്ട് കുഞ്ഞിന്റെ കണ്ണു ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ കാലിലൊന്നും തലോടാനുണ്ടാവില്ല. ഉള്ള വിരല് മുഴുവൻ വാട്സപ്പ്, ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരിക്കും. ചില അമ്മമാരുണ്ടല്ലോ എങ്ങനെ ഈ കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാം എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതിന് അവരെന്താ പറയുന്നതെന്ന് അറിയോ? അവരുടെ സൗന്ദര്യമൊക്കെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ സേതമോളൊക്കെ ഇങ്ങനെ ഇരിക്കുവോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഈ അമ്മമാരുടെ സൗന്ദര്യം മുലപ്പാലിൽ കൂടെ ഒഴുകി പോവുകയാണ്. അതാണ് എനിക്കറിയാൻ പാടില്ലാത്ത. ചിലരുണ്ടല്ലോ കുപ്പിപ്പാല് കൊടുക്കും. പണ്ടൊക്കെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഹെൽത്തുകാരൊക്കെ ഇടപെട്ട് കുറവായിട്ടുണ്ട്. കുപ്പിപ്പാല് കൊടുക്കും. അപ്പൊ അമ്മയുടെ മാറോട് ചേർന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് കിട്ടുന്ന സ്നേഹവികാരങ്ങള് ഈ കുപ്പിയോട് ചേർത്ത് വെച്ചാൽ കുഞ്ഞിന് കിട്ടുവോ? അടി, ഇടി, കുത്ത്, വെട്ട്, രക്തം ഇതൊന്നും കണ്ട കുഞ്ഞിന് ഒരു വികാരം ഉണ്ടാവില്ല. ഈ കുപ്പിക്ക് എന്ത് വികാരം ഉള്ളത്? പണ്ട് പുരാണ കഥകളിലെ അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ച് അതിന്റെ ഉള്ളിൽ കടന്ന് യുദ്ധം ചെയ്യാൻ പഠിച്ചത് അതിന്റെ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അത് കേട്ടിട്ടാ. എന്നാ അന്നത്തെ അഭിമന്യുവിനെ കാട്ടി ബുദ്ധിയുണ്ട് ഇപ്പോഴത്തെ തലമുറയിലെ മക്കൾക്ക്. ഇവരുടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് കേൾക്കുന്ന എന്താണെന്നറിയോ? അമ്മ ഈ ഫോൺ തുറക്കാൻ പാസ്വേഡ് കുത്തുന്നതിന്റെ ശബ്ദം. പിന്നെ ഈ കുട്ടി പുറത്തു വരുമ്പോ അമ്മയെക്കാട്ടിലും കൂടുതൽ അറ്റാച്ച്മെന്റ് ഫോണിനോടാ ഉണ്ടാവുക അല്ലെ? 3 വയസ്സാവുമ്പോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ പഠിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? അതെ. 18 വയസ്സ് തികയുന്നതിന്റെ മുന്നേ ഈ കുഞ്ഞായിരുന്നപ്പോ അമ്മ യൂസ് ചെയ്ത ഫോണിൽ കൊച്ചൊക്കെ സ്വന്താക്കും അല്ലേ? പിന്നെ കുതിരയെ പോലെ പായാൻ ഒരു ബൈക്കും കൂടെ കിട്ടിയ പുറത്ത് ഉപ്പും ചാക്ക് ചാരി വെക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ തന്നെ ഉണ്ടാക്കും. ഇപ്പൊ പിന്നെ മയക്കുമരുന്നും മദ്യമൊക്കെ സുലഭമല്ലേ? ഇപ്പൊ പിന്നെ ഈ തൂഫാൻ ഇറങ്ങിയത് കാരണം മദ്യം മയക്കുമരുന്നും ഇങ്ങനെ ലോഡ് കണക്കിന് പിടിക്കുമ്പോ നമ്മൾ ആലോചിക്കും, ഭഗവാനെ ഉണക്കമീൻ്റെ അകത്തും പച്ചക്കറിക്കകത്തും ഒക്കെ ഇത്ര ഉണ്ടായിരുന്നോ? ഇതിന്റെ അകത്തെല്ലാം ഒളിച്ചു വെച്ചിരിക്കണേ അല്ലേ? അപ്പൊ അത് കാരണം ഇപ്പൊ ഇത് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ മദ്യവും മയക്കുമരുന്നും കൂടെ ഈ മക്കൾക്ക് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ പിന്നെ മനുഷ്യരെ കൊല്ലാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടുക കടുവയെ പോലെ അല്ലേ? ഈ കടുവ എന്തിനാ മറ്റു ജീവികളെ കൊല്ലും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ? അതിനിറച്ചി തിന്നാൻ വേണ്ടിട്ട്. ഇറച്ചി എവിടെ കണ്ടാലും കടുവ തിന്നും. എന്താന്നറിയോ? അത് പച്ചക്കറി കഴിക്കില്ല. അപ്പൊ ഈ കടുവയ്ക്ക് അറിയോ ഞാൻ കൊന്നത് ലീലയാണെന്നും റേഷൻ കാർഡിൽ പേരുണ്ടെന്നും ആ കുടുംബത്തിലെ കുടുംബനാഥയാണെന്നും അറിയില്ല. പക്ഷെ ഈ മനുഷ്യനെന്തിനാ മനുഷ്യനെ കൊല്ലുന്നേ? ഞാനിപ്പോ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് വെറുതെ ഒന്ന് കൂട്ടി നോക്കിയാൽ കറക്റ്റ് ആവണമെന്നല്ല, 301 മനുഷ്യക്കൊലയാ നടന്നിരിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കാം. ഈ മനുഷ്യനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല.
നമ്മൾ ഈ സ്വഭാവത്തിന്റെ കാര്യം പറയുമ്പോഴേ എന്റെ വീട് മലയുടെ മുകളിലാ. അപ്പൊ അതിന്റെ അടിവാരത്തില് ഒരു പെട്ടിക്കടയുണ്ട്. നാണുവേട്ടൻ ആ പുള്ളിയുടെ ശരിക്കുള്ള പേര്. പക്ഷെ നാട്ടുകാര് പുള്ളിക്ക് എന്താ ഇട്ടിരിക്കുന്നെന്ന് അറിയോ? കല്യാണം മുടക്കി. അങ്ങനെ കുറച്ചു പേര് എല്ലാ ഏരിയയിലും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവിടേക്ക് വഴി ചോദിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ചേട്ടായിയുടെ കടയിൽ ചെന്ന് ഒരു നാരങ്ങ വെള്ളോ അല്ലെങ്കിൽ ഒരു സർബത്ത് എന്തെങ്കിലും കുടിച്ചിട്ട് വഴി ചോദിച്ചിട്ടാണ് മുകളിലേക്ക് കയറി വരാറുള്ളത്. അപ്പോൾ പുതിയ ഒരാൾ വന്ന് ഒരു കല്യാണ ചെക്കൻ്റെ വീട് തിരഞ്ഞിട്ടാ വരുന്നെങ്കിൽ പുള്ളി എന്ത് പറയുന്ന അറിയോ? നല്ല ചെക്കനാ, നല്ല ആരോഗ്യമുള്ള ചെക്കൻ, ഇനി അവൻ കല്യാണം കഴിച്ച് നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. അല്ല, ഇനി ഒരു പെണ്ണിന്റെ കാര്യം അന്വേഷിച്ച് വരുന്നെങ്കിൽ പറയും സുന്ദരി പെണ്ണ, നല്ല തറവാട്ടുകാരി, പിന്നെ ബുദ്ധി ഉറക്കാത്ത കാലത്ത് ആരെങ്കിലും ഒക്കെ ഒപ്പം പോയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. ഇനി നിങ്ങളെ കിട്ടിയിട്ട് എവിടേക്ക് ഓടിപ്പോകാതെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി കല്യാണത്തിന് മുന്നേ ഒന്നും ഇവരെ കണ്ടില്ല. കല്യാണത്തിന്റെ അന്ന ഈ ചേട്ടന്റെ മുന്നിൽ പെട്ടാലും ചേട്ടൻ വെറുതെ വിടില്ല, ചേട്ടന്റെ ജോലി ചെയ്യും. ഇവിടം വരെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയൊക്കെ നിങ്ങളുടെ വിധി പോലെ നടക്കും. അപ്പൊ ഇതെന്താ ഇത് പറയാൻ കാര്യമെന്നറിയോ? പുള്ളിയുടെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയതാ. കേറി ഒരു ഓട്ടോയിൽ കയറി പോയതാ. ഓട്ടോ ചേട്ടന്റെ കൂട്ടത്തിൽ ഒളിച്ചു പോയിട്ട് ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. ഇതിന്റെ കരിയാണ് പുള്ളിക്ക്. ഈ കരിയുടെ കാര്യം പറയുമ്പോ നമുക്ക് ഇപ്പോഴത്തെ അമ്മായിമ്മയുടെയും മരുമകളുടെയും കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഈ പേര് വെച്ചവർക്ക് തന്നെ അറിയാം അവസാനം ഇതൊരു ലോയിലെത്തി. ഈ ശരിയല്ലേ? 60 വയസ്സ് കഴിഞ്ഞ തലമുടിയൊക്കെ നരയ്ക്കുക, പല്ല് പോവുക, കണ്ണ് കാണാതിരിക്കുക, അതുപോലെ ചെവി കേൾക്കാതിരിക്കുക. ഇതൊക്കെ ദൈവം കൊടുക്കുന്നത് എന്തിനാന്നറിയോ? കൊറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനാണ്. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാരെന്ത് ചെയ്യും? തലമുടിയെല്ലാം കറപ്പിച്ച്, ഞാനല്ല കേട്ടോ, തലമുടിയെല്ലാം കറപ്പിച്ച് പല്ലൊക്കെ പോയ സെറ്റ് പല്ല് വെച്ച്, കണ്ണ് കാണുന്നില്ലെങ്കിൽ ലെൻസ് വെച്ച്, ചെവി കേൾക്കുന്നില്ല ഇയർഫോൺ വെച്ച്, അവർക്ക് കാണാത്തത് കാണും വേണം, കേൾക്കണ്ടാത്തത് കേൾക്കും വേണം. പിന്നെ പല അമ്മമാരും ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം തീർത്ത് കല്യാണം എല്ലാം കഴിപ്പിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇവരുടെ പണി എന്താണെന്നറിയോ? വൈകുന്നവരെ ഈ TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്തെ അമ്മായിയമ്മയുടെയും മരുമോളുടെയും പോര് കണ്ട് 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 അതൊരു കഥയാണെന്ന് പോലും അവർ ആലോചിക്കില്ല. എന്നിട്ട് മണിച്ചിത്രത്താഴില്ലേ ഗംഗ നാഗവല്യ ആവാഹിച്ച പോലെ അങ്ങ് ആവാഹിക്കും. എന്നിട്ട് അത് മരുമോളുടെ അടുത്ത് ചെലവാക്കി. ഇപ്പോഴത്തെ മരുമോളുടെ അടുത്ത് ഇത് നടത്തുമോ? എനിക്കറിയുന്ന കാര്യമല്ലേ. എന്നാ ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ആണുങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ അല്ലേ? അവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ചില സ്പെഷ്യൽ പെർഫോമൻസ് ഉള്ള ആണുങ്ങളുടെ കാര്യം എനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ എന്താണെന്നറിയോ? അവരുടെ ഭാര്യമാരെ പൊന്നു പോലെ നോക്കുക. നിങ്ങളൊക്കെ ആ കൊടുത്തപ്പെട്ടവരായിരിക്കും അല്ലേ? ബാക്കി ഞാൻ പറയാ, പുറം ലോകം കാണിക്കില്ല, പുറത്തേക്ക് വിട്ട ഇവരുടെ മുഴുവൻ കള്ളത്തരം അവർ അറിയുകയും ചെയ്യും. ഒന്നിലെ ഡൈവേഴ്സ് അല്ലെങ്കിൽ ജ്യൂസോ വിഷോ അത് ഉറപ്പാ. പണ്ടൊക്കെ ദൂരേന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരും. എന്തിനാന്നറിയോ? വഴക്ക് പിടിച്ച ഇവള് പോകരുത്. ഇപ്പൊ പിന്നെ KSRTC ഫ്രീ സർവീസ് അല്ലേ? ഇവര് ചെറിയ ഒരു വഴക്കുണ്ടായാൽ മതി, ബാഗ് എടുത്ത് കെട്ടുക പോവുക അല്ലേ? ഇങ്ങനെയുള്ള സ്വഭാവമുള്ള പെണ്ണുങ്ങൾ കൊണ്ട് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് പുറത്തിറങ്ങണ്ടേ. പിന്നെ ചിലരുണ്ട് കേട്ടോ, മാന്യന്മാരായിട്ട് നടക്കും, പക്ഷെ മറ്റുള്ളവരെ പറ്റിക്കാൻ PhD എടുത്ത ഒരാളും വേറെ ഉണ്ടാവില്ല. ആറിയാരും അല്ല, എന്റെ കൊച്ചച്ഛന്റെ മകനാ. പുള്ളിക്കാരന്റെ മകളുടെ കല്യാണത്തിന് ഒരു 5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നു. അപ്പൊ തൊട്ടടുത്ത് മുതലാളിമാരാ, നിങ്ങളെ പോലൊക്കെയുള്ള ആൾക്കാർ. അപ്പൊ അവിടെ ചെന്ന് ഒരു 5 ലക്ഷം രൂപ ചോദിച്ചു. 10 ദിവസത്തെ അവധിക്ക് തരാമെന്ന് പറഞ്ഞു. ഈ 5 ലക്ഷം രൂപ കൊടുത്തു. 9 ദിവസമായിട്ട് ഇത് തിരിച്ചു കൊടുക്കാൻ ഒരു കോലമില്ല. എവിടുന്നാ ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വാങ്ങാൻ പോവോ? പിന്നെ ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ അയലോക്കത്തുള്ള ഒരു മുതലാളിയോട് പറഞ്ഞു 10 ദിവസത്തേക്കുള്ളിൽ തരാം, ഒരു 5 ലക്ഷം രൂപ തരാമെന്ന്. ഇതിവിടെ കൊണ്ടുപോയെടുത്ത് മാന്യനായി. ഈ മുതലാളിക്ക് സന്തോഷമായി. പിന്നെ അവിടെ കൊടുക്കണ്ടേ, വീണ്ടും ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുത്തു. അപ്പൊ അതെന്താണെന്നറിയോ? ഈ കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ്. ഇവര് വീണ്ടും വീണ്ടും കൊടുത്തു. ഇങ്ങനെ ഇത് കുറേ നാള് തുടർന്നു. അവസാനം ഇവരെ 2 പേരെയും കൂടെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. കണ്ടപ്പോ വിളിച്ചു, മുതലാളിമാരെ നിങ്ങളെ 2 പേരെയും കൂടെ ഞാൻ ഒന്നിച്ച് കാണാനിരുന്നതാ. എന്താ ചോദിച്ചു. ഞാൻ ഇവിടുന്ന് വാങ്ങി അവിടെയോ, അവിടുന്ന് വാങ്ങി ഇവിടെയാ തരുന്നത്. എന്തിനാ ഇതിന്റെ നടുക്ക് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും? അത് നിങ്ങൾക്ക് തമ്മിലായാ പോലെ. ഇതിന്റെ ഇടയ്ക്ക് ഇതിനായിട്ട് ഓടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാ പുള്ളിയുടെ അച്ഛൻ
നമ്മൾ ഈ സ്വഭാവം പറയുമ്പോൾ ഒരു മദ്യപാനിയുടെയെങ്കിലും പറഞ്ഞില്ല ഒരു മനസ്സമാധാനമില്ല. പുള്ളിക്കാരൻ്റെ അച്ഛൻ നല്ല പണിയെടുക്കുകയും ചെയ്യും, അത് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്യും. ഒരു പൈസ പോലും കുടുംബത്തേക്ക് കൊണ്ടിരില്ല. ഇതിൻ്റെ ഭാര്യ പണിയെടുത്തിട്ട് തന്നെ ജീവിക്കണേ. നല്ല കുടി. അപ്പോൾ രാത്രിക്ക് പണിയൊക്കെ മാറ്റി നല്ല വെള്ളം അടിച്ചിട്ട് കിറങ്ങി വരും. ദൂരേന്നേ തെറി വിളിക്കും. പരിചയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ദൂരേന്നേ തെറി വിളിക്കും. എന്താ പറയുന്നത്? ഓ ഞാനേ പണിക്ക് പോയിട്ടുണ്ട്. അവള് പൂരപ്പറമ്പ് മാതിരി ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുക, കണ്ണ് തള്ളുന്ന ബില്ലാ വരണേ. ഇത് ആര് കൊടുക്കുമെന്ന് കണ്ടിട്ടാ പറഞ്ഞു പൂരം തെറി പറയും. പിറ്റേ ദിവസം ഇത് പാവം പേടിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അന്നേരം ചോദിക്കും, വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല, ഒരുത്തം പണിക്ക് പോയിട്ടുണ്ട്, വന്നാലെന്താ വന്നില്ലേലെന്താ. അവള് മൃഷ്ടാനം വിഴുങ്ങിയിട്ട് കടന്നുറങ്ങാണ്. എങ്ങനെയായാലും അതിന് ചീത്ത വെക്കുന്നുള്ളൊരു കാര്യം ഉറപ്പാ. ഒരു ദിവസം ഒരു 10 കിലോ അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ചേട്ടായി ഇടയിൽ പൈസ കൊടുത്തു വിട്ടു. വൈകുന്നേരമായിട്ടും കാണാനില്ല. കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് ഈ കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ്ടേ, പാവം കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീട്ടിലെ പുള്ളി വന്ന് പറഞ്ഞു, നിങ്ങളുടെ ചേട്ടായി ഉണ്ട് റോട്ടിൽ കിടക്കണമെന്ന്. അപ്പോൾ ഇത് പേടിച്ചു, ഏതായാലും കുടിക്കുന്ന ആളല്ലേ, പേടിച്ച് ഓടിച്ചെന്നു. എൻ്റെ പൊന്നു മക്കളെ 2 കിലോ അരി വാങ്ങി തലയ്ക്ക് വെച്ചിട്ട് 8 കിലോ അരിയുടെ പൈസയ്ക്ക് കുടിച്ചിട്ട് കിടക്കുകയാണ്. ശരീരത്തില് ഉടുപ്പുമില്ല മുണ്ടുമില്ല. നിങ്ങൾ ചിരിക്കണ്ട, ട്രൗസർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചിക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യും? ഈ ചേട്ടനെ പിടിച്ചും കൊണ്ട് പോണോ അതോ അരി എടുത്തും കൊണ്ട് പോണോ? ഇത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി. അവസാനം രണ്ടും കൽപ്പിച്ച് ഈ ചേട്ടന്റെ തലയെടുത്ത് താഴേക്ക് വെച്ച് ഈ അരി എടുത്തുകൊണ്ടേ കുട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുത്തു. സാധാരണക്കാരെ പലരുടെ ജീവിതം ദൂരദർശന്റെ ആന്റീന മാതിരിയാണ്. നമ്മൾ ഇപ്പൊ ശരിയാവും പറഞ്ഞ് ഇങ്ങനെ കറക്കിയും കൊണ്ടിരിക്കും. അവസാനം എല്ലാം ശരിയാവുമ്പോഴത്തേക്ക് പ്രോഗ്രാമും തീർന്നു. സത്യം. വെരി ഗുഡ്. ഒരു കാര്യം പറഞ്ഞുതരാം. അമ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ ഒബ്സർവേഷൻ. അമ്മയും കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞിന്റെ കാര്യം സത്യം പറഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ മുലപ്പാൽ കൊടുത്താല് നമ്മളുടെ സൗന്ദര്യം കുറയും, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. പക്ഷെ അതല്ല. പക്ഷെ ആ ബ്യൂട്ടിഫുൾ മോമെന്റ് ഇല്ലേ, നമ്മളല്ലേ ആ സമയത്ത് ഫോണ് നോക്കാം എങ്ങനെയാ പറ്റണത് എന്ന് ഞാൻ ചില സമയത്ത് ആൾ ചോദിക്കും. ബിക്കോസ് ആ ഒരു ബോണ്ടിങ്, അത് ആ ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പൊ ആ ഒബ്സർവേഷൻ, അമ്മയുടെ ഒബ്സർവേഷൻ എന്താ പറയാനുള്ളത്? ബ്യൂട്ടിഫുൾ ഒബ്സർവേഷൻസ്. താങ്ക് യു. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് തിരിച്ചു വരണം. ഞാൻ ഒബ്സർവേഷൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോന്ന് കേൾക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും പാലക്കാട് വന്ന ചേച്ചിക്ക് പാലക്കാടുകാർ ഒരു കയ്യടി കൊടുക്കാം.